ഇനി ഇവരിങ്ങനെ എല്ലാത്തിലും മതം നോക്കുന്നുണ്ടല്ലോ. ഈ മതവിശ്വാസികൾ എവിടെ ചെന്നാലും പ്രശ്നക്കാരാണ്. എവിടെ ചെന്നാലും ഇവരുടേതായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കും. പക്ഷേ ഇവരെ സംബന്ധിക്കുന്ന വാർത്തകൾ എവിടെയെങ്കിലും വന്നാൽ ഇവരത് പറയത്തില്ല കേട്ടോ. അതൊക്കെ പറയണമെങ്കിൽ നമ്മുടെ ജനാധിപത്യ രൂപത്തിലുള്ള മാധ്യമങ്ങൾ തന്നെ വേണം. സംഘടിതമായി ഭിക്ഷാടനം നടത്തുന്ന 41 പേരെയാണ് ദുബായ് പോലീസ് തന്ത്രപൂർവ്വം പിടികൂടിയത്. 901 എന്ന പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ലഭിച്ച ഫോൺ വിളിയോടെയായിരുന്നു തുടക്കം. പ്രാർത്ഥനയ്ക്കുള്ള തസ്ബീഹ്, ജപമാല വിൽക്കുന്നവർ എന്ന വ്യാജേനയാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. മാല വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാരോട് ഇവർ ഭിക്ഷാടനവും നടത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാരിൽ ഒരാൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് സംഘം പിടിയിലായത്. ആദ്യം 28 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്നും 60,000 ദിർഹവും കണ്ടെടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്. പിടിയിലായവരെല്ലാം അറബ് വംശജരാണ്. ഭിക്ഷാടനം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കുന്ന രാജ്യമാണ് UAE. പിടിയിലായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ഇവർക്ക് കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന്, പെണ്ണുപിടി, ബലാത്സംഗം, ഇത് എല്ലാം ഇവർക്ക് പറ്റും. ഇവർക്ക് പറ്റാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു ക്ഷമിക്കത്തില്ല. ബാക്കിയെല്ലാം പഠിച്ചവനങ്ങോട്ട് ക്ഷമിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പലസ്തീൻ എല്ലാ കാലത്തും പിച്ചയെടുത്ത് ജീവിക്കുന്ന ഒരു രാജ്യമായി. എപ്പോഴെങ്കിലും അവർക്ക് സ്വയം പര്യാപ്തത വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവർക്കാകെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: തീവ്രവാദം വളർത്തണം, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം. മറ്റതൊന്നും അവരുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതേ അല്ല. മറ്റൊരു ചരിത്രം നോക്കിയോ. സ്ത്രീകളെ പുരുഷന്മാരെ പോലെ രംഗത്തിറങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിന് കാരണം ധാരാളമുണ്ട്. അത് ഗണ്ണിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഒക്കെ ആ കാര്യം അറിയാം. പുരുഷന്മാരെ പോലെ സ്ത്രീകൾ രംഗത്തിറങ്ങിയാൽ നാശവും ബുദ്ധിമുട്ടും അക്രമവും ഉണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം അറിയാവുന്നവർ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് അവർക്ക് പർദ്ദ വേണമെന്നും ആവശ്യത്തിന് വേണ്ടി മാത്രമേ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നോളജ് സിറ്റി ഉണ്ടല്ലോ, അവിടെ ഫോറിൻ കൺട്രീസിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ വന്ന് പ്രസംഗിച്ചു. ഒരുപാട് സ്ത്രീകൾ വന്ന് സംസാരിക്കുന്നു. സദസ്സിലുമുണ്ട് സ്ത്രീകൾ, വേദിയിലുമുണ്ട് സ്ത്രീകൾ. അതെ, ഈ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമായാൽ വന്ധ്യയ്ക്ക് ഗർഭമുണ്ടാകുന്നതിന് തുല്യമാണെന്ന് പറയും. ഇവർക്ക് ഒരിക്കൽ ഒന്ന് പറയാനും മറ്റൊരിക്കൽ അത് മാറ്റി പറയാനും യാതൊരു മടിയുമില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ യുദ്ധത്തിനു വരെ സ്ത്രീകളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പെണ്ണുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് വരെ. എങ്ങനെയാണ് ആയിഷയും സഫ്വാനും തമ്മിൽ ഒരുമിച്ചായത്? അവർക്കെതിരെ വ്യഭിചാര ആരോപണമുണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു? ഇവര് കണ്ടോ, രാജ്യം ഒരു ഭാഗത്ത് തീവ്രമായി കത്തിക്കൊണ്ടു നിൽക്കുമ്പോഴും ഇവരുടെ ലക്ഷ്യം എങ്ങനെയാണ് ഡിജിറ്റൽ ക്യാമറയുമായിട്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ ഇറങ്ങേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, സോഫിയ ഖുറൈഷി 2 സ്ത്രീരത്നങ്ങളായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം വഹിച്ചത്. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സ്ത്രീകളെ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പേറിയന്ത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? തൊലാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ അക്യൂപങ്ചർ ചികിത്സയെന്നും പറഞ്ഞു കൊല്ലാനെങ്കിലും അറ്റ്ലീസ്റ്റ് പറ്റണ്ടേ? അപ്പൊ വെറും അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകൾ, അവര് തന്നെയാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ട് നമ്മളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ഇപ്പൊ ഇവർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കാൻ ഒരല്പം സമയമെടുക്കും. സാരമില്ല, നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത്രയുമൊക്കെ മാറിയില്ലേ? സോഷ്യൽ മീഡിയ എങ്കിലും ഒരു സ്കാനറും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ?
ഞങ്ങളെ പോലെയുള്ള ആളുകൾ ശക്തമായ രൂപത്തിൽ സംസാരിച്ചത് കൊണ്ടാണ്. സ്ത്രീകൾക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം ഞങ്ങൾ നൽകിയത് കൊണ്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫോട്ടോസ് ഇടാനും, നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും, റീൽസ് എടുക്കാനും, നിങ്ങൾക്ക് സ്വതന്ത്രമായി മതം വിട്ട മുർത്തദിന്റെ വീഡിയോ ലൈവ് കാണാനും, അതിനകത്ത് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞില്ലേ? ഇതൊക്കെ നമ്മളെ പോലെയുള്ള മുൻഗാമികൾ ശക്തമായ രൂപത്തിൽ ഈ മതത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് അതിന് കഴിഞ്ഞത്. സാരമില്ല. ഇപ്പൊ ഇന്ന് 3 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു പ്രതി, ഞാൻ ഉറപ്പിച്ചു കേട്ടോ, ആളുടെ ജാതി ഏതാണെങ്കിലും മതം ഏതാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, ആള് ജീവനോടെ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ. രാവിലെ ഈ വാർത്ത കണ്ടു, ഇതിന്റെ പിന്നാമ്പുറം തേടിപ്പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ആളെ വെടിവെച്ചു കൊന്നു UP പോലീസ് എന്നുള്ള വാർത്ത കേട്ടു. സമാധാനമായി. ഞാൻ ഉറപ്പിച്ചിരുന്നു ഇയാളെ ജാമ്യത്തിലെടുക്കാൻ വരുന്നവന്റെ വണ്ടിയെ അപകടത്തിലാകാനാണ് സാധ്യത. പ്രതിയുടെ പേര് കൂടി നിങ്ങൾ കേൾക്കണം, ദീപക് വർമ്മ. മുസ്ലിം വേട്ടയാണ് യോഗി നടത്തുന്നത് എന്ന് പറഞ്ഞ് ആരും ഇനിയും രംഗത്ത് വരില്ല. അയ്യോ, യോഗി ആദിത്യനാഥ് ഉസ്താദിനെ ആരോപണം ഉയർത്തി കൊന്നു എന്ന് പറയില്ലല്ലോ. ഉസ്താദുമാർക്ക് മാത്രമേ ശൂന്യമുള്ളൂ. അതെന്താ അവർക്ക് മാത്രം പീഡിപ്പിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് മറ്റു മതസ്ഥരെ കൂടി ഇവർ തന്നെ പഠിപ്പിച്ചു തുടങ്ങി. ഈ പെൺകുട്ടി ലക്നൌവിലെ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. അതീവ ഗുരുതരമാണ് ആ പെൺകുട്ടിയുടെ നില എന്നാണ് റിപ്പോർട്ട്. അല്ല, 3 വയസ്സുകാരിയെ കാണുമ്പോൾ അവരെ ബലാത്കാരം ചെയ്യാൻ ടെൻഡൻസി ഉള്ളവൻ ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്നാൽ ഇനിയും അവൻ 1.5 വയസ്സുകാരിയെ ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഇതാണ് യോഗിയുടെ ചിന്ത. ലക്നൌവിലെ ആലംബാഗിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞു, ഇതിനെ ദീപക് വർമ്മ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ടാണ് ക്രൂരമായിട്ട് പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഒരു വഴിയാത്രക്കാരനാണ് ഓടിപ്പോയി നോക്കുന്നു, അലറി വിളിക്കുന്നു, ആളെ കൂട്ടുന്നു, മാതാപിതാക്കളെ അറിയിക്കുന്നു. ഉടനെ തന്നെ കുഞ്ഞിനെ ലോക് ബന്ധു എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് മാറ്റി. മാതാപിതാക്കൾ പരാതി കൊടുത്തു, അതിനകത്ത് കേസെടുത്തു. 5 പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കുകയാണ്. എല്ലാം അറ്റ് പ്രസന്റിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു സംഘത്തെ രൂപീകരിക്കുന്നു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി പ്രതിയെ തിരിച്ചറിഞ്ഞു. ഈ ദീപക് വർമ്മയെ പിടികൂടാൻ സഹായിക്കുന്ന ആളുകൾക്ക് പോലീസ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ആള് കൂടിയപ്പോൾ തന്നെ ഇവൻ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ അന്വേഷണത്തിനിടയിൽ ആലംബാഗ് VVIP റോഡിൽ വെച്ചിട്ട് പ്രതി വേഷം മാറി സഞ്ചരിക്കുമായിരുന്നു, കണ്ടുപിടി. അങ്ങനെ പോലീസിന് നേരെ ഇയാൾ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ദീപക് വർമ്മ കൊല്ലപ്പെടുന്നു. അല്ലെങ്കിലും പ്രത്യാക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇവൻ കൊല്ലപ്പെടുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം UP യിലാണ് സംഭവം. ഈ ശിശുപീഡകൻ ഇനിയും ജീവിച്ചിരിക്കരുത് എന്നതാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശമാണ് പോലീസ് അവിടെ നടപ്പാക്കിയത്. നിരവധി ആളുകളാണ് UP പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. നേരെ തിരിച്ചു ചിന്തിക്കും, ഇതിനിയും നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കാര്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കും. അതാണ് നമ്മുടെ നാട്ടിലെപ്പോഴും ഇത്തരം ആളുകൾക്ക് ഫാൻസ് ഏറെയുണ്ടാകും. നെഗറ്റീവ്